അതിൽ സംബന്ധിച്ച് കടന്നു പോകാവൂ. സഭാ ശുശ്രൂഷകരും വൈദികരും സഭയുമായി ബന്ധപ്പെട്ടവരും ഇതൊക്കെ തൊള്ളി എന്റെ ഭാഷയാണ്. ഞങ്ങൾ കോട്ടക്കാർ തൊള്ളി എന്ന് പറയും. തൊള്ളി മീൻസ് കൂടുതൽ തൊള്ളി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല. രണാസുന സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നേക്കുന്നത്. വേണ്ടവർക്ക് മാത്രം കാണാം. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞേക്കാം, വേണ്ടവർക്ക് മാത്രം ഇരുന്ന് കണ്ടാൽ മാത്രം മതി. ഇതെല്ലാം കണ്ടിട്ട് വന്നിട്ട് നീ അങ്ങനെ പറഞ്ഞല്ലേ, നീ ഇങ്ങനെ പറഞ്ഞല്ലേ, രേണുസുതിയെ നിനക്ക് പറയാൻ എന്ത് യോഗ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ആരും കുറയ്ക്കേണ്ട ആവശ്യമില്ല. വേണ്ടവർക്ക് മാത്രം കണ്ടാൽ മതി ഈ ഒരു വീഡിയോ. ഓക്കെ. പിന്നെ ഈ അടുത്ത സമയത്ത് അതിലും ഞാനും തമ്മിൽ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു ഈ രേണുവിൻ്റെ വിഷയത്തിൽ തന്നെ. അത് ഞാൻ എൻ്റെ ഒരു വീഡിയോ പറഞ്ഞതിന് ശേഷം ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് അതുകൊണ്ട് എനിക്കെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പത്തെ 2 ദിവസം ഞാൻ അടുപ്പിച്ച് 2 വീഡിയോ ഈ രേണുസുതിയുടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ അതിൽ കാണാതിരുന്നിട്ടാണ് വന്നിട്ട് സംസാരിച്ചത്. അത് അവനെ ബൂസ്റ്റ് ചെയ്ത് പറയുന്നതാണ്, അവനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നത്. അത് പിന്നീടാണ് അവനത് മനസ്സിലായത്. പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞു നിങ്ങൾ അടിച്ചു പിരിഞ്ഞ്. പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞു നിങ്ങൾ ഡ്രാമ നടത്തിയാണ്, നിങ്ങൾ പോസ്റ്റ് ഇൻസ്റ്റയിൽ ഇട്ടെന്ന് പറഞ്ഞു. ഈ വിഷയം നടക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ഞങ്ങൾ കണ്ടെടുത്ത ഫോട്ടോസാണ് ഇട്ടിരിക്കുന്നത്. ഞങ്ങൾ തമ്മിൽ വിഷയം ഇതുവരെ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ വിഷയം കാര്യങ്ങളൊന്നുമില്ല. അഭിപ്രായം പറയും. ഈ പറയുന്ന അനുമോടെ വിഷയം വന്നപ്പോഴാണ് എനിക്കെതിരെ വീഡിയോ ചെയ്തതാണ്. അപ്പം വീഡിയോ കോണ്ടന്റിന്റെ അവിടെ അതിലൊന്നോ ഡാനിയൊന്നും ഇല്ല, ഞങ്ങൾക്കിടയില്ല. ഞങ്ങൾ കൂട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ് വീഡിയോ ഇടയില്ല. പിന്നെ ഒരുപാട് ആൾക്കാർ പേഴ്സണലി മെസ്സേജ് അയച്ചു, ഓൻ എൻ്റെ അച്ഛന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്. അത് അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഞാൻ പറഞ്ഞു നിനക്കറിയാലോ നമ്മൾ തമ്മിൽ എങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത്, എങ്ങനെയാണ് ആ ഒരു രീതി വെച്ച് സംസാരിച്ചു. അപ്പോൾ എനിക്കങ്ങനെ വിഷയങ്ങളോ കാര്യങ്ങളൊന്നുമില്ല, അത് വിട്. നാട്ടുകാരുടെ കാര്യങ്ങളൊന്നും തിരക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീ വിട്. ആ ഒരു ചെറിയൊരു സംഭാഷണം മാത്രം ഫോണിൽ കൂടെ. പിന്നെ ഞങ്ങൾ ഒരുപാട് കോണ്ടന്റ് ഫിലിപ്പ് മാമ്പാടോ ഈ പറയുന്ന അവൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചൊക്കെ ഇരുന്ന് ഞങ്ങൾ അതങ്ങ് വിട്ട്. ഓക്കെ. ഇനി രേണുസുതിയുടെയാണ്. ഇനിയിപ്പം ഞാൻ മാത്രമായിട്ട് സംസാരിക്കാതിരിക്കുന്നില്ല. കാരണം രേണുവിൻ്റെ ഒരു കോണ്ടന്റ് എടുക്കാനുള്ള മെയിൻ റീസൺ ഞാൻ വേണ്ടാന്ന് വെച്ചാൽ നിങ്ങൾ എൻ്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. ഒരു 2 മാസത്തിനിടയിൽ എത്ര രേണു ചെയ്തെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ പറയുന്ന അതുലിനെ അതുപോലത്തെ രീതിയിലാണ് ഒരു ആളെ വിളിച്ചിട്ട് തോന്നിയാസം പറഞ്ഞത്. അത് ഞാൻ മറക്കൂല, ജീവിതകാലം മുഴുവനും അത് ഞാൻ മറക്കത്തില്ല. ഓക്കെ. ആ ഒരു കാര്യം അത് അത്രയ്ക്ക് ഇതാണ്. ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ട കാര്യങ്ങളൊക്കെയാണ്. അപ്പം രേണുസുതിയുടെ ഇന്നലത്തെ ഒരു വീഡിയോ കാണാനായിട്ടുണ്ട്. ഇപ്പം എല്ലാവരും കിടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വന്ന വഴി ചേച്ചി അങ്ങ് മറന്നുപോയി. നേരത്തെ ഞാൻ ഈ രേണുവിൻ്റെ കാര്യങ്ങളൊക്കെ കോമഡി രീതിയിൽ പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഇച്ചിരി സീരിയസ്. ഈ ഒരു വീഡിയോ നമുക്ക് ചെറിയൊരു സീരീസും ഒക്കെ ആയിട്ട് അങ്ങ് പോവാം. അടുത്ത വീഡിയോ നമുക്ക് അങ്ങ് കോമഡി ആക്കി അങ്ങ് സംസാരിക്കാം. ഓക്കെ. എന്തായാലും നമുക്ക് ചേച്ചിയുടെ മാലയാണ് ഇപ്പോഴത്തെ സംസാരം. മാലയാണോ മലയാണോ എന്നൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ടൊന്ന് പോകാം. പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്തേക്കുക, ലൈക്ക് തന്നു ചെയ്തൊരു ലൈക്ക് ചെയ്യുക, ഹൈപ്പ് കൊടുക്കാത്തവർക്ക് ഒന്ന് ഹൈപ്പ് കൊടുക്കുക. എന്തായാലും നമുക്ക് ചേച്ചിയുടെ ആ ഒരു വീഡിയോ ഒന്ന് കാണാം. ഇതാണ് വീഡിയോ. ആ വീഡിയോ ഞാൻ ഒന്നും കൂടെ ഒന്ന് വെച്ചത്. ഓക്കെ. ചേച്ചി പുതിയ മാല മേടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതാണ് ചേച്ചി ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഏതാ ചേച്ചി ആ മാല? എന്ത് വില വരും? അത്യാവശ്യം നല്ല വിലയുള്ള സാധനമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് രേണുസുതിയുടെ ഇത്രയും നല്ല ഐശ്വര്യമുള്ളൊരു മാല കാണുന്നത്. ഓക്കെ. മാലയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു വീഡിയോ വെച്ചായിരുന്നു നിങ്ങൾക്ക്. ഓരോ മനുഷ്യൻ ഒരാൾ എന്താ പറയണ്ടേ താഴ്ത്തട്ടിൽ നിന്ന് ഹൈ ലെവലിലോട്ട് വരുമ്പം നമ്മളൊക്കെ സന്തോഷിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ അങ്ങനെ തന്നെ വേണം. എല്ലാവരും എന്താ പറയണ്ടേ, നമ്മൾ ജനിക്കുമ്പം എന്താ പറയണ്ടേ പാവപ്പെട്ടവനായിട്ട് ജനിക്കുന്നത് നമ്മുടെ കുറ്റമല്ല. പക്ഷെ നമ്മൾ മരിക്കുമ്പോൾ പണക്കാരനായിട്ട് മരിക്കണമെന്നൊക്കെ ആരോ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇപ്പം രേണു ഒരു നല്ല ലെവലിലോട്ടൊക്കെ പോകുന്നത് നമുക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ വന്ന വഴി മറക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഓക്കെ. അതിനു മുമ്പ് രേണുവിനെ ഈ വീഡിയോ രേണു കണ്ടില്ലെങ്കിലും രേണുവിൻ്റെ കുടുംബക്കാർ കാണും. ഞാനൊരു വീഡിയോ വെച്ച് തരാം, ഒന്ന് കാണാം. സഭാ ശുശ്രൂഷകരും വൈദികരും സഭയുമായി ബന്ധപ്പെട്ടവരും ഇതൊക്കെ വീട്ടിൽ വന്ന് പ്രാർത്ഥന കഴിഞ്ഞ് കാര്യങ്ങൾ കൂട്ടായിട്ട് ആലോചിച്ച് ഉത്തരവാദിത്തങ്ങൾ പറഞ്ഞ് ഏറ്റെടുത്തിട്ട് മാത്രമേ അവരുടെ വീട്ടിലേക്ക് പോകാവുള്ളൂ. സഹോദരൻ പ്രിൻസ്, അതുപോലെ സഹോദരൻ ബോസ്, സഹോദരൻ ഈ സമയം സ്ത്രീയുടെ ഭാര്യയുടെ പിതാവ് സഭയുടെ പ്രഖ്യാപനം മുഖ്യമാണ്. പ്രിയപ്പെട്ട വളരെ ഇഷ്ടപ്പെട്ട ദുഃഖത്തിലാണ് പ്രാർത്ഥിക്കുക. നമുക്കിപ്പോൾ
അന്ന് ഈ വീഡിയോ കണ്ട സമയത്ത് കേരളത്തിലെ എല്ലാ ആൾക്കാരും ഇവർക്ക് സപ്പോർട്ട് ചെയ്തും ഇവർ എന്താ പറയണ്ടേ കരച്ചിലും പിടിച്ചിലും എന്താ പറയാ കരച്ചിലും പിടിച്ചിലും എന്ന് പറഞ്ഞാൽ ആ ഒരു പെണ്ണിന്റെ അവസ്ഥ, ആ ഒരു പെണ്ണിന്റെ ഭാവി ഇനി എന്താണ് എന്ന് ഒരുപാട് ആൾക്കാർ കേരളത്തിലെ ജനങ്ങൾ കാത്തിരുന്നത്. ഇപ്പം ആ പെണ്ണിന്റെ ഭാവി നിങ്ങളെല്ലാവരും കാണുന്നുണ്ടല്ലോ. ചേച്ചിയുടെ ഓരോ രീതികളൊക്കെ കാണുന്നുണ്ടല്ലോ. അന്ന് എങ്ങനെ കടന്നതാണ്. പക്ഷെ അന്ന് ആ വീഡിയോ ഞാൻ ഇപ്പം കാണുമ്പോൾ എനിക്ക് ഇതൊക്കെ എന്താ പറയുക, ഇനി അഭിനയമാണോ എന്ന് പോലും ഞാൻ ആലോചിച്ച് പോകുമായിരുന്നു. ആൾക്കാരെ കാണിക്കാൻ വേണ്ടി മാത്രമായിട്ടാണെന്ന് എനിക്ക് തോന്നിപ്പോയത്. ഇതിനേക്കാൾ ആത്മാർത്ഥത ഈ പറഞ്ഞ രേണുവിൻ്റെ ചേച്ചിക്ക് ഉണ്ടായിരുന്നു, രമ്യ എന്ന് പറയുന്ന ആ വ്യക്തിക്ക്. അവർക്ക് ഇതിനേക്കാൾ ആത്മാർത്ഥത ഉണ്ട്. ആ ഒരു മുഖം കാണും പറയും ഇവരവിടെ കിടന്ന് ആംഗ്യ ഭാഷ കാണിക്കുന്നു. ഇപ്പം എനിക്കൊരു കോമഡി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. സീരിയസ്ലി അച്ഛനെ നോക്കുന്നുണ്ട്. ഓക്കെ, ബോധമില്ലാത്ത ഒരാൾ കാണിക്കുവാണെങ്കിൽ അച്ഛൻ പറയുമ്പോൾ ഇപ്പം ഇതെല്ലാം പ്രഹസനമായിട്ടാണ് എനിക്കങ്ങനെ തോന്നുന്നത്. ആ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്ന സമയത്ത് ചൂലും കെട്ടെടുത്ത് വീടിന് ചുറ്റുവിട്ട് ഓടിച്ചുകൊണ്ടിരുന്ന ടീമാണ്. അയാളുടെ പേരും പറഞ്ഞിട്ട് ഇപ്പം നടക്കുന്നു, സുധിച്ചേട്ടൻ എന്നും പറഞ്ഞു. പിന്നെ ഒരു മുസ്ലിം എന്ന് പറഞ്ഞ ഒരുത്തരമായിട്ട് ഇപ്പം റിലേഷൻ ആണെന്ന് പറയുകയും ചെയ്യുന്നു. ഒരു സ്റ്റാൻഡില്ലാത്തൊരു സ്ത്രീ. ഇതെന്തോ മാല, ചേച്ചി മാല കാണിക്കാൻ വേണ്ടി ഓരോ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നത് കാണുമ്പോഴേ ചിരി വരുവാ. ഐ തിങ്ക് ഇച്ചിരി വണ്ണം വന്ന് തൊള്ളി വെച്ച് കഴിഞ്ഞാൽ 30 ആവും, അല്ലെങ്കിൽ 20. എന്ത് വെച്ച് തൊള്ളി എന്റെ ഭാഷയാണ്. ഞങ്ങൾ കോട്ടക്കാർ തൊള്ളി എന്ന് പറയും. തൊള്ളി മീൻസ് കൂടുതൽ. തൊള്ളി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല? തുള്ളി കോട്ടയത്തെ ലാംഗ്വേജ് ഒന്നും നമുക്കൊന്നും വല്ലായിട്ടൊന്നും അറിയത്തൊന്നുമില്ല. എന്തായാലും രേണുസുതി ഡ്രസ്സ് മാറുന്ന സമയത്താണെങ്കിലും മീഡിയക്കാർക്ക് പ്രവേശനം ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. എന്നാൽ പിന്നെ കുളിമുറിയിലും കൂടെ ഒന്ന് സെറ്റ് ചെയ്തായിരുന്നെങ്കിൽ അവിടെ വെച്ച് നമുക്ക് ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്താൽ കുറച്ചും കൂടെ നല്ലതായിരിക്കുമല്ലോ. അപ്പോൾ ഈ എന്തൊക്കെ തുള്ളികൾ കൂടുതലാണെന്നേ ഇത് പറയുന്നത് ശരിയല്ല. പക്ഷെ ഞാനിത് പറഞ്ഞു പോകുന്നുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ കുറച്ചൊക്കെ മാന്യത എന്ന് പറഞ്ഞൊരു സംഭവം വേണം. അത് ഈ സ്ത്രീക്കില്ല. ഉള്ളത് തുറന്ന് പറയാമല്ലോ, ഈ സ്ത്രീക്കില്ല. ഇവർക്ക് എങ്ങനെയെങ്കിലും റീച്ച് ആവണം ആ രീതിയിൽ. പിന്നെ ഞാൻ പലവട്ടം ഇവിടുത്തെ റിയാക്ഷൻസ് വീഡിയോസ് ചെയ്യുന്നവരോടൊക്കെ ഞാൻ സംസാരിച്ചൊരു കാര്യമാണ് ചെയ്യാതിരിക്കുന്നത് നല്ലത്. കാരണം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യും, നമ്മൾ ഓരോന്നൊക്കെ വിളിച്ച് പറയുമ്പോൾ എന്ത് ചെയ്യും, മീഡിയക്കാർ പോയി ചോദിക്കും അവൻ അങ്ങനെ പറഞ്ഞു, ഇവൻ ഇങ്ങനെ പറഞ്ഞു, മറ്റേവൻ അങ്ങനെ പറഞ്ഞു എന്ന് പറയും. ഇതിപ്പോൾ കണ്ടില്ലേ, ഡ്രസ്സ് മാറുന്നിടത്ത് വരെ അവർക്ക് കയറി ചെലവുള്ള അധികാരം കൊടുക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഇവർക്ക് എന്താ ആവശ്യം, റീച്ച് അത് ഇത് മാത്രം. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ കുറ്റക്കാരാ, രേണു പാവമാണ്, നിനക്കൊക്കെ വേറെ നാണോ മാനോ ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ മൊത്തം എടുത്ത് കണ്ടിട്ടാ. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഇനി എന്താ പറയാ, ഇനി ഈ പറയുന്ന കുളിമുറിയിലും കൂടെ ഒരു അവസരം ഉണ്ടാക്കിക്കൂടും. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ, അങ്ങനെ തന്നെ പറയാം. കാരണം ഇവറ്റ ആൾക്കൊക്കെ ഒരു നാണവും മാനവും ഇല്ലെന്ന് തന്നെ പറയാം. ഇനി ചേച്ചിയുടെ അടുത്തൊരു പ്രകസനം കൂടെ ഒന്ന് കാണാം. പറ്റിയതല്ല. പ്രതീക്ഷൊന്നും പറയത്തൊന്നുമില്ല. അല്ല, പ്രതീക്ഷ എന്ത് പറയാനാ വിഷമിക്കാൻ? പിന്നെ പ്രതീക്ഷ പറഞ്ഞ ഒന്നേ പറയത്തുള്ളൂ നീ, പിന്നെ നീ പറയാൻ. സുധിച്ചേട്ടനെ ഓർത്ത് ചിലപ്പോൾ കരഞ്ഞതായിരിക്കും. സുധിച്ചേട്ടനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ സുധിച്ചേട്ടനെ ഓർക്കാറുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, ആ മനുഷ്യന്റെ പേരും പറഞ്ഞിട്ട് കാണിച്ചു കൂട്ടുന്ന ഓരോ കോപ്രായങ്ങൾ. ഞാൻ എൻ്റെ ജീവിതത്തിൽ കല്യാണം കഴിക്കത്തില്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ വേറൊരു മുസ്ലിമായിട്ട് റിലേഷൻ, ഇനി അത് വരുത്തി തീർക്കുന്നതാണോ എന്തോ. എന്തായാലും ഒരു കാര്യം ഞാൻ തുറന്നു പറയാം, രേണു ചേച്ചി എന്തായാലും ഒരു റിലേഷൻ ചേച്ചിക്ക് കാണും, സ്വഭാവമൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ. പറയുമ്പോൾ ഒരുപാട് കഥകളുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല, കാരണം പറഞ്ഞാൽ കൂടിപ്പോകും. അത്രയ്ക്ക് മാത്രമുണ്ട്. നിങ്ങളൊക്കെ ഞെട്ടുന്ന ഐറ്റങ്ങളൊക്കെ ആയിരിക്കുന്നത്. ഇനിയും ഒട്ടനെ അടുത്ത ആൽബം വരുന്നുണ്ട്. ഇത് ഈ കോംബോയാണ്, ദാസേട്ടനും ഞാനും, പിന്നെ അടുത്ത് നമ്മുടെ പ്രതീക്ഷയുണ്ട്, അക്ഷയുണ്ട്. ഈ മൂന്ന് നായകന്മാർക്ക് ഒരു നായികയാണ് രേണുസുതി. അത് നമുക്ക് ഉടനെ വരുന്നുണ്ട് അല്ലേ? ഒന്നും ആയിട്ടില്ല. ഇങ്ങനെ ചർച്ച നടക്കുന്നതേ ഉള്ളൂ. കൺഫർമേഷൻ ഉടനെ ലഭിക്കും. എനിക്ക് തോന്നുന്നത് ഈ മാസം അവസാനം തന്നെ ഷൂട്ട് തുടങ്ങുമ്പോൾ എന്തായാലും നല്ലൊരു സ്റ്റോറി ആയിരിക്കും. ലവ് സ്റ്റോറി തന്നെ ആയിരിക്കും എന്നാണ് ഡയറക്ടറിന്റെ ഒരു ഇതെന്ന് അറിയാൻ പറ്റിയത്. മന്ദാര ചേല് ലവ് സ്റ്റോറിയോ? ഇത് മൊത്തം ഏപ്പടം പോലെയാണ് ഫീൽ ചെയ്യുന്നത് ഇവരുടെ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. ഇനി രേണുസുതി ഞാൻ ഒരു കാര്യം പറയും, ഇപ്പൊ മെമ്പർഷിപ്പ് എന്നൊരു സംഭവമുണ്ട്. ഇപ്പൊ അത്യാവശ്യം ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ എടുക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഇൻസ്റ്റയിലുള്ളവരൊക്കെ. നിങ്ങൾ ഈ കാണിക്കുന്ന സാധനങ്ങളൊക്കെ അതിന്റെ ഒരു തുള്ളി കാണിച്ചാൽ മതി. ഇപ്പോൾ എങ്ങനെയായാലും സബ്സ്ക്രിപ്ഷൻ ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഡെയിലി 399 രൂപ അങ്ങോട്ട് വെച്ചാണ് ഒരാൾ ചെയ്യുന്നത്. എങ്ങനെ പോയാലും ഒരു 10,000 1500 രൂപ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ചേച്ചി അതും കൂടെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ചേച്ചി അതും കൂടെ ഒന്ന് ചെയ്താൽ നല്ലതായിരിക്കും. ഇൻസ്റ്റാഗ്രാമിൽ പറ്റും സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ. അതിനകത്ത് ഈ പറഞ്ഞ നിങ്ങൾ ഈ ഷോർട്ട് ഫിലിമിൽ കാണിക്കുന്ന വീഡിയോസിന്റെ അതിന്റെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടാൽ മാത്രം മതി, അടിപൊളിയായിരിക്കും. കാരണം എല്ലാം ഏകദേശമൊക്കെ ഒരുപോലെയുള്ള രീതിയിലാണ്. ഞാൻ എന്താന്ന് കാണുന്ന പ്രേക്ഷകർക്ക് അത് മനസ്സിലായി കാണും. എനിക്ക് ഞാൻ പറയില്ല, അന്നത്തെ ആ ഒരു വീഡിയോ ഞാൻ ഒന്നും കൂടെ അത് വെച്ച് തരാം. അന്ന് ശ്രുതി മരിച്ച സമയത്തുള്ള വീഡിയോയും ഇപ്പോഴത്തെ ഇവരുടെ ഈ സ്വഭാവം കൂടെ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു. ഒരു മാഞ്ഞുപോകാത്ത ഒരു ഓർമ്മയായി തന്ന എല്ലാ നന്മകൾക്കായി ശ്രുതിയുടെ അമ്മച്ചയെയും ശ്രുതിയുടെ സഹോദരനെയും ആ കുടുംബത്തെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സുരേഷ് സാറിന്റെ ചേർന്നിട്ടുള്ള അദ്ദേഹത്തെ അക്ഷോഭ വിളിച്ചിരിക്കുന്നു. സാഹിത്യ രംഗത്തെ പ്രശസ്ത എഴുത്തുകാരനും പ്രഭാഷകനുമായ ബഹുമാനപ്പെട്ട ജോസ് സാറിനെ
പിന്നെ അതുപോലെ തന്നെ കിച്ചുവിന്റെ വിഷയങ്ങളൊക്കെ ഈ അടുത്ത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കിച്ചുവിന്റെ പോക്കും കാര്യങ്ങളൊക്കെ കുറിച്ച് ഓക്കെ, ഞാൻ പിന്നെ ആ ഒരു കേസായിട്ട് വിട്ട് അവനായി അവന്റെ പാടായി. അന്വേഷിച്ച് പോവുകയാണെങ്കിൽ അവന്റെ ഏറ്റവും യൂസ്ഡ് കാര്യങ്ങൾ തൂക്കാൻ അറിയാം. അവന്റെ കൂട്ടുകാർ വന്നിട്ട് ഒരുപാട് ഡയലോഗും ഈ പറയുന്ന അതുല്യ ആണെങ്കിലൊക്കെ എടുത്ത് വർക്കൊക്കെ ചെയ്യുന്ന രീതി സംസാരിച്ചു. നമ്മൾ കുറച്ച് വീഡിയോസ് അങ്ങോട്ട് എടുത്ത് കാഴ്ചപ്പോൾ ഇവനൊന്നും മറുപടിയില്ല. കാരണം അവനറിയാം പോയി കഴിഞ്ഞാൽ അവന്റെ കാപ്പീസ് പോകുന്ന പോലെ രീതിയിലാണ്. കൊച്ചുകാർക്കനാണെങ്കിൽ നല്ല പിള്ളയൊന്നും അല്ല. പിന്നെ സുതി ഓർത്ത് മാത്രമാണ് അവനെ നിന്ന് വെറുതെ വിട്ടത്. ഉള്ള കാര്യം പറയല്ലോ, ഇത് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഭീഷണിയാണെന്നുള്ള രീതിയിലാണ്. ഭീഷണിയൊന്നും ഇന്ന് ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിഷയമായിട്ട് പോകുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൊക്കെ ഈ ചെറുക്കനും ചെറിയ പങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പങ്കെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്കനൊക്കെ ഒന്നും ഞാൻ കൂടുതലൊന്നും അതിനെക്കുറിച്ച് വർണ്ണിക്കുന്നൊന്നുമില്ല. ഇതിപ്പോൾ പറഞ്ഞു പോകാനുള്ള റീസൺ വേറെ ഒന്നുമല്ല, അഹങ്കാരം. എല്ലാത്തിനും അഹങ്കാരം തുടങ്ങിയിട്ടുണ്ട്. ആ ചെക്കൻ ഉൾപ്പെടെ പണ്ട് രേണുവിനെ കണ്ടുകൂടാന്ന് പറഞ്ഞവനാണ് പല ആൾക്കാരെയും വിളിച്ചിട്ട് അന്ന് ട്രോഫിയുടെ കേസ് കേട്ടില്ല മനഃപൂർവ്വം വീഡിയോ എടുത്തിട്ടാന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടെ ആ സുധിയുടെ പേരും പറഞ്ഞ് വിറ്റിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിയും അതൊക്കെയാണ്. പുറമെ ഇതൊന്നും കാണിക്കുന്നുമില്ല. പിന്നെ ഇനി പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ രേണു ഒന്ന് കുറച്ചും കൂടെ ഒതുങ്ങിയാൽ നല്ലതായിരിക്കും. ഇത് പറഞ്ഞു കൊടുത്താലും കേൾക്കത്തില്ല. ഇനി എന്തൊക്കെ കാണിക്കാൻ പറ്റുമോ ഇതല്ല ഇതിൻ്റെ അപ്പുറവും അലയും ഒക്കെ കാണിക്കുകയൊക്കെ ചെയ്യും. ഓക്കെ, എന്തായാലും ചേച്ചി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്തായാലും ചിരി വരുവാണ്. എന്തായാലും വന്ന വഴി മറക്കാതിരിക്കുക. മറന്ന് അങ്ങനെയാണ് പറയാം. എന്തായാലും ആ പഴയ വീഡിയോ ഒക്കെ കാണുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. കള്ളീന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഓക്കെ, ബൈ, ലവ് യു ഓൾ. പിന്നെ ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇതിൻ്റെ അഭിപ്രായം അത് ശരിയല്ല ഇതല്ലെന്നും പറഞ്ഞിട്ട് പേഴ്സണൽ ഈ ഒരു വിഷയത്തിൽ എന്നോട് ആരും ചോദിച്ചിട്ട് വരുമൊന്നും വേണ്ട. പേഴ്സണൽ ആണെങ്കിൽ പോലും, കാരണം ന്യായീകരിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടേ. അതുകൊണ്ട് പറഞ്ഞതാണ്. ഇവറ്റ ആൾക്കൊക്കെ കഷ്ടം.